23 വർഷം മുമ്പ് നിർഭാഗ്യകരമായൊരു സംഭവം ഗുജറാത്തിൽ നടന്നു. 59 രാമസേനരെ പച്ചക്ക് ജീവനോടെ ചുട്ടുകൊന്നു. അതിന് കയ്യിൽ കിട്ടിയ ആയുധമായിട്ട് ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടായിട്ടുണ്ട്. 94 പേർ പോലീസ് വെടിവെപ്പിലാണ് മരിച്ചത്. ആ കലാപത്തെ അന്നത്തെ മുഖ്യമന്ത്രി വളരെ വേഗം പട്ടാളത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. 4 ദിവസത്തിൽ കൂടുതൽ കലാപം നീണ്ടു നിന്നിട്ടില്ല. ഇതൊക്കെ നിഷ്പക്ഷമായി പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. വാദഗതിക്ക് എന്തും പറയാം. പക്ഷേ അന്ന് കാണിച്ച കലാപത്തിനിടയിലെ ഒരു മുസ്ലിം കുടുംബങ്ങളുടെ മരണം കാണിച്ചുകൊണ്ട് എമ്പുരാൻ പറയുന്നു, അതിന് പ്രതികാരം ചെയ്യുന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. 23 വർഷം മുമ്പ് നടന്ന നിർഭാഗ്യകരമായ സംഭവം ഗുജറാത്തികൾ മറന്നു. ഇന്ന് ഹിന്ദുവും മുസ്ലിമും ഐക്യത്തോടു കൂടിയാണ് ജീവിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിമിനെ ISISൻ്റെ പാളയത്തിലെത്തിക്കലാണ് പൃഥ്വിരാജ് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. ലാലേട്ടൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, പൃഥ്വിരാജിനും ഇഷ്ടമാണ്, നല്ല കഴിവുള്ള കപ്പാസിറ്റിയുള്ള ആളുകളല്ലേ. പക്ഷേ ഇവർ കൊടുക്കുന്ന സന്ദേശം സമാജത്തിന് എന്താണ്? കലാപങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു നാടിൻ്റെ പേര് പറയും. ലോകത്തിൽ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നിങ്ങൾ ആ വ്രണത്തിൽ കുത്തി വീണ്ടും വീണ്ടും എന്ത് ചെയ്ത് അതിനെ പഴിപ്പിക്കരുത്. മറന്നുപോയതാണ് ഹിന്ദുക്കൾ, മറന്നുപോയതാണ് മുസ്ലിങ്ങൾ. 2.5 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു വിഷയത്തെ മറക്കാൻ ശ്രമിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് അതിക്രൂരമായിട്ട് അത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കാണണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചത്.